ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ. അപ്പം നമ്മുടെ രേവതിക്കും സച്ചിക്കും കിടക്കാൻ വേണ്ടി ഒരു റൂം പണിയാൻ തീരുമാനിച്ചു. ആര്? രവീന്ദ്രൻ. ഏതായാലും രവീന്ദ്രൻ ഇത് തീരുമാനിച്ചു. മക്കളോടൊക്കെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കും സച്ചിക്കും തീരെ താല്പര്യമില്ല. കാരണം നമ്മുടെ രവീന്ദ്രന്റെ കയ്യിൽ നിന്നാണ് പൈസ എടുക്കേണ്ടത്. അത് രവീന്ദ്രന് ബാധ്യത ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ആ തീരുമാനം നമ്മുടെ സച്ചി രേവതിയും കൂടി തന്നെ പിൻവലിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടെ നമ്മുടെ ശ്രുതിക്കും ഒരു റൂം പണിയണം എന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ആ റൂമിൽ നമ്മുടെ ശ്രുതിക്ക് കിടക്കണം എന്നുണ്ട്. ഇനിയിപ്പോ പുതിയ റൂമിലേക്ക് സീറ്റ് പിടിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി ഒന്ന് എന്താ പറയുക, കുറച്ച് രീതിയിലൊക്കെ പരിശ്രമിച്ചു. പക്ഷെ വിജയിച്ചില്ല. അത് ഫ്ലോപ്പ് ആയി പോയി. ആ ഒരു പ്ലാനേ പൊട്ടി തകർന്നു പോയി. നമ്മുടെ സച്ചി രേവതി സമ്മതിച്ചില്ല. അച്ഛന്റെ പൈസ വെച്ച് ഏതായാലും ഇപ്പൊ ചെയ്യണ്ട, തൽക്കാലം എന്റെ കയ്യിൽ പൈസയും ഇല്ല ഇപ്പം ചെയ്യാന്, അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നിലത്ത് കിടന്നോളാന്ന് പറഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു വേണ്ട, നിങ്ങൾ നിലത്ത് കിടക്കണ്ട, നിങ്ങൾ നിലത്ത് കിടക്കുന്നതിന് പകരമായിട്ട് ഒരു ഐഡിയ പറഞ്ഞു, അതായത് റൊട്ടേഷൻ. അത് ഞാൻ കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മുടെ രേവതി സച്ചി ഒരു ദിവസം ഒരാഴ്ച ഒരു റൂമിലാണെങ്കിൽ ശ്രുതിയും പുറത്ത്, പിന്നെ അതുപോലെ തന്നെ ശ്രീകാന്തും നമ്മുടെ വർഷയും പുറത്ത്. അങ്ങനെ ഓരോ ആഴ്ച ഇങ്ങനെ മാറി 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 റൊട്ടേഷൻ ആയിട്ട് വരും. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ ലാസ്റ്റ് എത്തിച്ചേർന്നു. സച്ചി അതിന് സമ്മതിക്കുകയും ചെയ്തു. സച്ചി പറഞ്ഞു അത് മതി, ഇത് എന്തുകൊണ്ട് എനിക്ക് നേരത്തെ തോന്നിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും ആകെ പെട്ടിരിക്കുക. ശ്രുതിയുടെ ഊഴമാണ് കേട്ടോ. അപ്പൊ ഈ ദിവസം പറഞ്ഞ അന്നത്തെ ആ ഒരു ദിവസം ആ ഒരു കട്ടില്, ആ ഒരു റൂം ഒഴിഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ശ്രുതിയുമാണ്. അപ്പം ഒരാഴ്ച ശ്രുതിയും ഇപ്പൊ തൽക്കാലം ഹോളില് നിലത്ത് വിരിച്ച് കിടക്കണം. അപ്പം സച്ചിക്കും രേവതിക്കും ആ റൂമും കൊടുക്കും. അതാണ് അച്ചമ്മ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ രേവതി കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ വന്നിട്ട് പറഞ്ഞു, ഇതെന്താ മോളെ നീ ഇവിടെ നിൽക്കുന്നത്? രാത്രി ആയില്ലേ, 9 മണിയായി, എന്നിട്ട് നീ ഇവിടെ വന്നിരുന്ന് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക. അത് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കാന്ന് ഓർത്താ. പാത്രം കഴുകി വെച്ചിട്ട് കിടക്കാനോ? അതിനാണോ നിങ്ങൾക്ക് ഞാൻ റൂം ഒരുക്കി തന്നത്? ആ റൂം തന്നെന്ന് പറഞ്ഞ പാത്രമൊക്കെ കഴുകണ്ടേ? അത് ഞാനിവിടെ എന്നും ചെയ്യാറുള്ളതല്ലേ. പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ പോയി കിടന്നോളാം. എന്റെ പൊന്നു രേവതി മോളെ, നീ ഇപ്പൊ റൂമിൽ പോയി കിടക്ക്. ഇപ്പൊ ഞാൻ റൂമിൽ പോയി കിടക്കുന്നത് എന്തിനാ ഇത്ര നേരത്തെ? ഇപ്പൊ മോള് പോയി കിടക്കണം. സച്ചി അവിടെ നോക്കിയിരിക്കുക. സച്ചിയോട്ട് നോക്കിയിരിക്കുന്നോ? എന്തിന്? എന്റെ പൊന്നു മന്ദബുദ്ധി പെണ്ണെ, നിന്നോട് ഞാൻ ഇനി ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? നിന്നോട് മാത്രല്ല സച്ചിയോടും പറഞ്ഞില്ലായിരുന്നോ, അടുത്ത വർഷം നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്കൊരു പേരക്കുട്ടീനെ തരണമെന്ന്? അത് നീ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ അതിനെന്താ ചെയ്യേണ്ടതെന്നേ പറഞ്ഞു തരണോ? ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ എന്റെ പൊന്നു മോളെ. നീ ചെന്നേ ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തണം. പ്രിപ്പറേഷനൊക്കെ നടത്തണമെന്നോ? അയ്യേ, എന്താ അച്ഛമ്മ പറഞ്ഞു വരുന്നത്? അയ്യേന്ന് വെക്കാനേ ഇത് വലിയ നാണക്കേടായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഭാര്യയും ഭർത്താവും ആവുമ്പം അവരൊരുമിച്ച് ജീവിക്കും, കുട്ടികൾ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ മോളെ. നിനക്ക് വേണ്ട ഒരു കുഞ്ഞ്, നിന്റെയും സച്ചിയുടെയും കൂടെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? അത് പിന്നെ നാണിച്ചിവിടെ കളം വരച്ചോണ്ടൊന്നും നിൽക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി, എന്നിട്ട് നാണം മാറിയിട്ടില്ല. എനിക്ക് മനസ്സിലായി ഇപ്പം നാണം മാറാത്തത് എന്താണെന്ന്. പൊക്കെ റൂമിലേക്ക്, മര്യാദയ്ക്ക് റൂമിലേക്ക് പോയി സച്ചിയുടെ കൂടെ കിടക്കാൻ നോക്കിയേ. 9 മണിയായി. ഇനി ഒരാഴ്ച ആ റൂം നിങ്ങൾക്കുള്ളതാ. അതുകൊണ്ട് തന്നെ 9 മണിക്ക് മുമ്പ് കറക്റ്റ് 8 മണിയാകുമ്പോൾ റൂമിൽ പൊക്കോണം, കേട്ടല്ലോ? ശരി അച്ഛമ്മേ എന്ന് പറഞ്ഞ് നാണത്തോടു കൂടി നമ്മുടെ രേവതി പോവുക. അയ്യേന്ന് വെച്ചോണ്ടാണ് രേവതി പോകുന്നത്. രേവതിക്ക് അങ്ങ് ചമ്മലായി പോയി കേട്ടോ. ഇതിനൊക്കെ മുമ്പ് വേറൊരു ചെറിയ സീനും കൂടെ കാണിക്കുന്നുണ്ടേ, അതുകൊണ്ട് ഞാനൊന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിയും കൂടെ ബിസിനസ് നടത്താൻ പോകുന്ന കട, അത് ഒന്നുകൂടെ കാണാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയും ശ്രുതിയുടെ കൂട്ടുകാരൻ മറ്റേ പാർക്കിലെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീരയ്ക്ക് ഭയങ്കരമായിട്ട് അതിശയമൊക്കെ തോന്നുക. ഏതായാലും നീ കൊള്ളാടി, നീ ഇത്രയൊക്കെ സാധിച്ചെടുത്തല്ലോ. പിന്നെ ഇതില് ഇരിക്കാൻ പോകുന്നതും ഇത് നോക്കി നടത്താൻ പോകുന്നതും നിന്റെ കെട്ടിയവനാന്ന് പറയുമ്പോഴാണ് സത്യം പറഞ്ഞ് എനിക്ക് പേടിയാവുന്നത്. നിനക്ക് എങ്ങനെയാടി ഇതൊക്കെ മേടിച്ചുണ്ടാക്കി കൊടുക്കാൻ തോന്നിയത്? ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പം അതൊന്നും വേണ്ട, ഈ പൈസ ശ്രുതിയുടെ അച്ഛൻ്റെ അല്ലേ, മാത്രമല്ല ശ്രുതിയുടെ കൂടെ ഇപ്പം ഞാൻ തൽക്കാലം നിൽക്കണം. അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്താലേ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്നിങ്ങനെ പറയാണ്.
അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യ, കട്ടിനെ എന്നെ കട്ടാൽ നിൽക്കാനും പഠിക്കും. അതുപോലെ തന്നെ നീ ഇപ്പൊ നിൽക്കാൻ പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഈ സത്യമൊക്കെ ഒരു ദിവസം വെളിയിൽ വരും. ദേ, നീ എന്നെ പേടിപ്പിക്കാതെ, ചുമ്മാ ടെൻഷൻ അടിക്കാതെ ഇപ്പൊ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ചെന്ന് ആ ഒരു സീറ്റിലൊക്കെ ഇരിക്കുകയാണ്. ആ കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് രണ്ട് കറക്കമൊക്കെ കറങ്ങാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്, ശ്രുതിയുടെ ഫ്രണ്ട്, പാർക്കിലുണ്ടായിരുന്ന ഫ്രണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എടാ നീ അതിന് ഓണർ ആയില്ലല്ലോ, കട ആദ്യം മേടിക്കും നീ. പിന്നെ കട മേടിച്ച പോലെ തന്നെയാ ഇനി ഞാൻ ഈ കടയുടെ ഓണറാ, മുതലാളിയാ. ഞാനും അങ്ങനെ മുതലാളിയായി എന്നൊക്കെ പറയാം. അപ്പം പറഞ്ഞു, എടാ നീ ആദ്യം ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് കാല് നീട്ടിയാ പോരെ. ഈ സുധി ഇരിക്കുകയും ചെയ്യും, കാല് നീട്ടുകയും ചെയ്യും, നോക്കിക്കോ ഇനി ഈ സുധീനെ പിടിച്ചാ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സീൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേവതിയുടെ ആ ഒരു സീൻ കാണിക്കുന്നത്. രാത്രിയായിട്ടാണ് രേവതിയുടെ നമ്മുടെ അച്ഛമ്മയുടെ സീൻ കാണിക്കുന്നത്. അങ്ങനെ രേവതി റൂമിലേക്ക് പോകാനൊക്കെ തുടങ്ങുന്നു. അപ്പോഴാണ് സുധി കട്ടിലിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഫോണൊക്കെ കുത്തി എന്തൊരു സുഖം കിടക്കുകയാണ്. ശ്രുതി വന്നിട്ട്, എന്റെ പൊന്നു സുധി, സമയം ഇത്രയായി, വാ നമുക്ക് പോകാം. എവിടെ പോകാന്ന്? ഈ പാതിരാത്രിക്ക് ഫുഡ് കഴിക്കാനാണോ? എങ്കിൽ വാ നമുക്ക് പോകാം. അയ്യോ, ഫുഡ് കഴിക്കാനല്ല സുധി, നമ്മളല്ലേ ഇന്ന് ഹോളിൽ കിടക്കേണ്ടത്. അയ്യോ ശരിയാണല്ലോ, വേണ്ട ശ്രുതി, എനിക്ക് വയ്യ ഹോളിൽ കിടക്കാനായിട്ട്. പായിൽ കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, നടുവേദനയായിരിക്കും, അതും AC ഇല്ലാതെ ഞാൻ കിടക്കത്തുമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുധി, ഇന്നിനി നമ്മള് കിടന്നില്ലെങ്കിൽ അത് വേറൊരു പ്രശ്നം ഉണ്ടാവും. സച്ചിയുടെ കാര്യം അറിയാലോ, സച്ചി ഒരു ചെറിയൊരു തരി കിട്ടിയാൽ മതി, അത് വലിയതായിട്ട് ഊതി പെരിപ്പിക്കാൻ വേണ്ടി ഇരിക്കുക. അതുകൊണ്ട് ദേവി ഇത് നമ്മൾ എന്തിനാ വെറുതെ അവന്റെ വായിക്കകത്തിട്ട് കമ്പിട്ട് കടിമേടിക്കുന്നത്. വാ നമുക്ക് പോകാം, നമുക്ക് ഒരാഴ്ചയല്ലേ, എങ്ങനെയും തള്ളി നീക്കാം എന്ന് പറഞ്ഞ് വെളിയിലേക്ക് പായൊക്കെ ആയിട്ട് വരിക. അയ്യോ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ പായൊക്കെ എടുത്തോണ്ട് പാവം നമ്മുടെ സുതിമോൻ വരുന്നത്. സുതിമോൻ പായി കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്കോ ഭയങ്കര സങ്കടം. മോനെ സുധി, നീ പായെടുത്തോണ്ട് എങ്ങോട്ടാ? ഇന്ന് ഞാനല്ലേ അമ്മയെ നിലത്ത് കിടക്കേണ്ടത്. അയ്യോ മോൻ നിലത്ത് കിടക്കാനോ? ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഉണ്ടാക്കിക്കോളൂ. എനിക്കാണേല് എന്റെ പൊന്നു ശ്രുതി, നീ അകത്തേക്ക് പോക്കെ, സുധീനെ വിളിച്ചോണ്ട് നിങ്ങൾ ഇന്ന് കട്ടിലേ കിടന്നാൽ മതി. ആ രേവതി സച്ചി വന്ന് നിലത്ത് കിടന്നോളൂ, അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് സച്ചി വന്നിട്ട്, അമ്പടി പ്ലസ്, കൊള്ളാലോ മോനെ കട്ടിലേ കിടത്താൻ വേണ്ടി വല്ല ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രേവതി ഇന്ന് കട്ടിലേ കിടക്കുന്നത് അച്ചമ്മ പറഞ്ഞത് തന്നെ ഇന്ന് നടക്കത്തുള്ളൂ. അത് കൊള്ളാലോ. മോനെ മാറ്റിയിട്ട് ഞങ്ങളെ കേട്ടി കട്ടിലേ അല്ല ഞങ്ങളെ നിലത്ത് കിടത്താൻ വേണ്ടി നോക്കുന്നോ? ഞങ്ങള് നിലത്തൊക്കെ കിടക്കും, പക്ഷേ ഈ ഒരാഴ്ച ഞങ്ങൾ കട്ടിലെ തന്നെ കിടക്കും. ഇനി എല്ലാ ആഴ്ചയും ഓരോ ആഴ്ച ഞങ്ങൾ കട്ടിലെ തന്നെ കിടക്കും. എന്താ പ്രശ്നമുണ്ടോ എന്റെ അമ്മയ്ക്ക്? അത്രയ്ക്ക് ഇത് എണ്ണ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ മലേഷ്യ മരുമകളെയും ഓട്ടക്കാരൻ മോനെയും കൂടി കയറ്റി അവിടെ കൊണ്ട് കിടത്ത് നിങ്ങളുടെ റൂമിനകത്ത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അച്ഛനെ വെളിയിൽ കിടത്തിയേക്കരുത് കേട്ടല്ലോ. ഇവരുടെ രണ്ടിന്റെ സൈഡിൽ ഇച്ചിരി സ്ഥലം എന്റെ അച്ഛന് കൊടുത്തേക്കണേ. എടാ സച്ചി, നിനക്ക് എന്താടാ ഇവളെ നിലത്ത് കിടത്തിയത് ഇവളുടെ അച്ഛൻ അറിഞ്ഞാലോ? അയ്യോ, ജയിലിൽ കിടക്കുന്ന എന്റെ പൗഡറെടുത്തിയുടെ അച്ഛൻ പൗഡറെടുത്ത് നിലത്ത് കിടക്കുന്നത് എങ്ങനെ അറിയും? അല്ല, ഇളയച്ചൻ അറിഞ്ഞാലോ? ഇളയച്ചൻ അറിഞ്ഞാലോ ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. അതെ, വാ രേവതി, നമുക്ക് പോകാം, കിടക്കാം, സമയമായി, ബാ രേവതി വന്ന്. ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാനേ സമയമില്ല, രാവിലെ എനിക്ക് ഓട്ടത്തിന് പോകേണ്ടതാ. വല്ലാത്ത ക്ഷീണം, നടുവൊന്ന് നോർത്തണം. ആ കട്ടിലേല് ആ ബെഡിലൊന്ന് കിടക്കണം. ഈ തറയിൽ എങ്ങനെ കിടക്കുന്ന എനിക്കറിയാൻ മേലാത്തത്. എങ്കിലും എന്റെ സുധിയേട്ടൻ എങ്ങനെ തറയിൽ കിടക്കും? സാരമില്ല, ഒരാഴ്ചത്തേനും കിടന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് കൊള്ളിയാക്കുവാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ചന്ദ്രയ്ക്ക് ഒന്നും പറയാനില്ല. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര നീ പോയി കിടക്കുന്നുണ്ടെ കിടക്കില്ലെങ്കിൽ ഞാൻ വാതിലടയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പെട്ടെന്ന് പോയി കേട്ടോ. ആകപ്പാടെ പെട്ടൊരവസ്ഥയായി പോയില്ലേ നമ്മുടെ സുതിമോനും ശ്രുതിമോളും. ശ്രുതിയാണെ പായൊക്കെ അങ്ങോട്ട് വിരിക്കുകയാണ്. അതിനിടയിൽ അയ്യോ എന്റെ ചാർജർ എടുത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചി റൂമിനകത്ത് കയറി പോയെ. അയ്യോ എന്റെ ചാർജർ എടുത്തില്ല ശ്രുതി. എന്നാ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ചാർജർ എടുക്കാൻ വേണ്ടി അങ്ങ് ഓടി കയറി അകത്തേക്ക്. അപ്പോഴത്തേക്കും സച്ചു ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചു. റൂമിന് വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. നാണമില്ലേടാ ചോദിച്ചിട്ട് റൂമിന്റെ അകത്ത് കയറാൻ പറഞ്ഞു. അത് പിന്നെ എന്റെ ചാർജറോ വന്ന് എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. എടുത്തിട്ട് പോയി അങ്ങോട്ട്. അപ്പൊ നമ്മുടെ സച്ചി വാതിൽ അങ്ങോട്ട് അടച്ചു വിട്ടോ. വാതിലടച്ചിട്ട് രേവതി സച്ചി ഇങ്ങനെ കിടക്കാനൊക്കെ തുടങ്ങുക. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പോയി പായിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. അയ്യോ എന്റെ തലകണ എടുത്തില്ല ശ്രുതി, എന്റെ തലകണ. എന്റെ പൊന്നു സുധി പോയി എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് വീണ്ടും വാതിലെ ചെന്ന് മുട്ടി കേട്ടോ. നമ്മുടെ സച്ചിക്ക് അറിയായിരുന്നു വാതില് ലോക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സുധി കയറി വരുന്നത്. അതുകൊണ്ട് വാതിലെ ചെന്ന് മുട്ടി. അതെ എടാ സച്ചി തുറക്കട വാതില് എന്ന് പറഞ്ഞു.
ഓ ഇവന്റെ ഒരു കാര്യം. എന്താടാ, എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, എന്റെ തലകണ ഞാൻ എടുത്തില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ തലകണ വേണം, അതില്ലാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തലകണ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ശ്രുതി വീണ്ടും കുത്തിയിരിക്കുക. അയ്യോ ശ്രുതി, എ സി ഇല്ലല്ലോ ശ്രുതി, എന്ത് ചെയ്യും ശ്രുതി? എനിക്കാണെങ്കിൽ എ സി ഇല്ലാതെ പറ്റില്ല ശ്രുതി. അന്ന് വർഷയുടെ വീട്ടുകാർ പറഞ്ഞ് എ സി വെക്കാന്ന്, അപ്പൊ അമ്മയെ സമ്മതിക്കൂല, അച്ഛനും സമ്മതിക്കില്ല, ഒടുക്കത്തെ സച്ചിയും സമ്മതിക്കത്തില്ല. അയ്യോ എന്തൊരു പരവേശം, എന്തൊരു ചൂട്, അയ്യോ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? അല്ല, എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് പാവം തോന്നുക ശ്രുതി, നീ ഇങ്ങനെ നിലത്തൊന്നും കിടന്നിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്, നിലത്ത് പോയിട്ടൊരു പാ മേടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞങ്ങൾ ചാക്ക് വരെ വിരിച്ച് കിടന്നിട്ടുണ്ട്. എനിക്ക് ആ നിലത്ത് കിടക്കാൻ ഇത്രയ്ക്ക് ഇത്, എനിക്ക് നിലത്ത് കിടന്നാലും എവിടെ കിടന്നാലും ഒരുപോലെയാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോ, അല്ല ശ്രുതി, നീ എന്താ മനസ്സിൽ വിചാരിച്ചത്? ഏയ് ഞാൻ വേറൊന്നുമല്ല ശ്രുതി മനസ്സിൽ വിചാരിച്ചത്, ഞാനും ഇതുവരെ കിടന്നിട്ടില്ലേ, കിടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കിടന്നല്ലേ പറ്റൂ. ബാ നമുക്ക് കിടക്കാന്ന് തുടങ്ങിയപ്പം അയ്യോ നമ്മുടെ പുതപ്പെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ശ്രുതി വാതിലെ ചെന്ന് മുട്ടി. സാച്ചിക്ക് ദേഷ്യം വന്നു. സാച്ചു വാതിൽ തുറന്നിട്ട് കട്ടിലേ കിടന്ന് എല്ലാ ബെഡും തലകണ എല്ലാം, ബെഡല്ല തുണികളെല്ലാം ബെഡ്ഷീറ്റും എല്ലാം കൂടെ മടക്കി അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മേലാലിനി വാതിലെ വന്ന് മുട്ടിപ്പോകരുത്, മനുഷ്യർക്ക് കിടന്ന് ഉറങ്ങാനുള്ളതാ, അവന്റെ ഒരു ഗുണമധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചു വാതിലൊരു ഒറ്റ അടച്ചുട്ടോ. നമ്മുടെ ശ്രുതി ആ തലകണയും ആ പുതപ്പൊക്കെ പിടിച്ച് ചുരുണ്ടു കൂടി ഒരു നിപ്പുണ്ട്. അത് പതിയെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്നൊരു ഇരിപ്പുണ്ട്, അതൊക്കെ കാണണം കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി കിടന്നു. ശ്രുതി കിടക്കാൻ നേരത്ത് ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി നിനക്ക് ഉറക്കം വരുമോ? അറിയില്ല ശ്രുതി, ഉറക്കം വരുമോന്ന് നോക്കാം. കിടക്കല്ലേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഒരു വീട് മേടിക്കണം. നമ്മുടെ വീടല്ലല്ലോ ഇത്, അതുകൊണ്ടല്ലേ നമ്മൾ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത്. നമ്മുടെ സ്വന്തം വീട് നമ്മുടെ ഒറ്റയ്ക്ക് നമ്മുടെ സമ്പാദ്യം കൊണ്ട് മേടിക്കുകയായിരുന്നെങ്കിൽ ആരും നമ്മളെ ഇറക്കി വിടില്ലായിരുന്നല്ലോ. ഇതിപ്പം നമ്മുടെ വീടല്ലാത്തത് കൊണ്ടല്ലേ, നമ്മുടെ സ്വന്തം വീടല്ലാത്തത് കൊണ്ടല്ലേ, എല്ലാവർക്കും കൂടെ ഷെയർ ഉള്ളത് കൊണ്ടല്ലേ. ശ്രുതി പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ ഈ ഒരുമിച്ച് താമസിക്കാന്നൊക്കെ പറഞ്ഞാല് അതും ഒരു ഭാഗ്യമല്ലേ. എന്ത് ഭാഗ്യം, അതൊന്നും ഒരു ഭാഗ്യമല്ല. എനിക്ക് വയ്യ നിലത്ത് കിടക്കാൻ, നമുക്കൊരു നല്ല ഫ്ലാറ്റ് മേടിക്കണം. ഉടനെ തന്നെ ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കിയിട്ട് നല്ല ഒരു വലിയ ഫ്ലാറ്റ് മേടിക്കണം. അവിടെ നമ്മളെ ആരെ ഇറക്കി വിടുന്നൊന്ന് കാണണമല്ലോ. ശ്രുതി പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നമ്മളെ ആരും ഇറക്കി വിടില്ല. വാ ശ്രുതി, ഇനി കിടക്കാം എന്ന് പറഞ്ഞ് കിടക്കാണ്. ഈ സമയത്ത് നമ്മുടെ രേവതിനെ സച്ചിനെയും കാണിക്കാം. അപ്പൊ സച്ചി ചോദിക്കുക, അല്ല നമുക്കും കിടക്കണ്ടേ? കിടക്കാലോ. അല്ല നീ എന്തിനാ പായും എടുത്ത് കൈ പിടിച്ചോണ്ട് നിൽക്കുന്നത്? അതെ സച്ചേട്ടാ ഞാനേ ഈ നിലത്ത് കിടന്നോളാം, ഈ പായിട്ട്. സച്ചേട്ടൻ കട്ടിലേ കിടന്നു. ഞാൻ കട്ടിലേ കിടന്നിട്ട് നീ നിലത്ത് കിടക്കാനോ? എന്താ രേവതി ഈ പായ കൊണ്ടുപോയി വെളിയിലിട്ടെ. നമുക്ക് ഈ റൂം തന്നെ ഒരുക്കി തന്നെ നമ്മൾ ഈ കട്ടിലേ കിടക്കാൻ വേണ്ടിയാ. അല്ല സച്ചേട്ടാ, എനിക്ക് ഈ കട്ടിലേ കിടന്നാലൊന്നും ഉറക്കം വരില്ല. അല്ല അപ്പൊ നീ നമ്മുടെ റൂമിലെ കട്ടിലിൽ കിടന്നതോ? അത് നമ്മുടെ റൂം, ഇത് ശ്രുതിയുടെ റൂം തന്നെയാണല്ലോ. എന്താണെങ്കിലും ഒരാഴ്ചത്തേക്ക് മാത്രം നമുക്ക് റെന്റിന് തന്നേക്കുന്ന ഒരു റൂം എന്ന് മാത്രം കരുതിയാ പോരെ. അതുകൊണ്ട് പറ്റില്ല സച്ചേട്ടാ, എനിക്ക് ഇതേ കിടന്ന് ഉറക്കം വരില്ല. ഇത് നല്ല കൂത്തായി പോയി എൻ്റെ പൊന്നു രേവതി, എല്ലാം കൂടെ കൊണ്ടു തന്നു കഴിഞ്ഞപ്പോ ഇപ്പം പറ്റില്ല എന്ന്. ഇത് എവിടത്തെ ന്യായമാ സച്ചേട്ടാ? സത്യമായിട്ടും എനിക്ക് പറ്റില്ല സച്ചേട്ടാ. അവര് കിടന്ന ആ റൂം, അവരുടെ റൂം, അവരുടെ ബെഡ്, അതില് നമ്മൾ കിടക്കുന്നതേ ശരിയല്ല. അതൊന്നും സച്ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതായാലും ഞാൻ ഈ നിലത്ത് വിരിച്ച് കിടന്നോളാം, സച്ചേട്ടൻ കയറി കിടന്നു. ഇനിയിപ്പം ബെഡിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബെഡിൽ പായിട്ട് കിടന്നു. ഇന്ന ഒരു പായ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞ് പായ കൊടുത്തപ്പോഴത്തേക്കും പായും വേണ്ട, ഒരു കോപ്പും വേണ്ട. അതെ രേവതി, എനിക്ക് നീ ഇല്ലാതെ ഉറക്കം വരൂലടി. അതെ, നിന്റെ ഈ മുല്ലപ്പൂവിന്റെ മണവില്ലേ, അതില്ലാതെ എനിക്ക് കിടന്നുറങ്ങാൻ ഉറക്കം വരില്ല. അത് ശീലമായി പോയി. അതുകൊണ്ട് ഞാനും ഈ നിലത്ത് കിടന്നോളാന്ന് പറഞ്ഞു. മുല്ലപ്പൂവിന്റെ മണം മതിയോ? എന്നാ ഫ്രിഡ്ജിനകത്ത് കുറച്ച് മുല്ലപ്പൂ ഇരിപ്പുണ്ട്, ഞാൻ എടുത്ത് ബെഡിൽ വിതർത്തരാം. അല്ല, മുല്ലപ്പൂവിന്റെ മണം ഇങ്ങനെ അടിച്ച് കിടന്നുറങ്ങുന്നേ അതൊരു പ്രത്യേക സുഖമാണ്. അത് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ മുല്ലപ്പൂവിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ തോന്നും. ആണോ? അങ്ങനെയാണോ? അതെ രേവതി, ഞാൻ കട്ടിലേക്ക് കിടക്കുന്നില്ല, ഞാൻ നിന്റെ കൂടെ കിടന്നോളാം എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയുടെ കൂടെ പോയി കിടക്കാനാട്ടോ നമ്മുടെ സച്ചി. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ കൂടുതൽ പറയുന്നില്ല. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അയലത്ത് പോലും ചിലപ്പോൾ എത്താൻ ചാൻസ് ഇല്ല നാളത്തെ കഥ. അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല. അതാത് കഥ അതാത് ദിവസം അങ്ങനെ പറഞ്ഞു പോകാം അല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചെറിയ ബിസിനസ്സിന്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ജിൽഹാരിയ ബൈ ഹരിത കേട്ടോ. ജിൽഹാരിയ ബൈ ഹരിത. അപ്പൊ നിങ്ങൾ ഒന്ന് ഇൻസ്റ്റഗ്രാം ഉള്ളവരൊക്കെ, മിക്കവർക്കും ഇൻസ്റ്റഗ്രാം ഒക്കെ കാണത്തില്ലായിരിക്കും. കൂടുതലും എൻ്റെ ഈ ഒരു ചാനൽ വാച്ച് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ എനിക്കറിയാം കുറച്ച് പ്രായമായ, അതായത് ഒരു പ്രായമായ സ്ത്രീകൾ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടും അല്ലാട്ടോ, പ്രായമായ സ്ത്രീകളും ഉപയോഗിക്കുന്നവരുണ്ട്,
ഇൻസ്റ്റാ പേജൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. എങ്കിലും ഒരു 100% എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20% ഒക്കെ ഉള്ളൂ ഇച്ചിരി പ്രായമായ സ്ത്രീകളൊക്കെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് അവരോട് ആയിട്ട് ഞാൻ പറയുന്നതല്ല, ഇൻസ്റ്റഗ്രാം ഉള്ളവരോട്, അതിപ്പം ഏത് പ്രായക്കാരും ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിൽഹാരിയ ബൈ ഹരിത എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങളൊന്ന് പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നമ്മുടെ എല്ലാ ഡ്രസ്സിൻ്റെ കളക്ഷൻസും അതിലാണ് കൂടുതൽ നമ്മൾ ഇടുന്നത്. നമ്മൾ ഇതിലും ഇടുന്നുണ്ട്, ഇതിലിപ്പം അത്യാവശ്യം ഒത്തിരി നമ്മൾ ഇടുന്നില്ല, എങ്കിലും അതിലാണ് നമ്മൾ ഡെയിലി ഒരു 10-30 കളക്ഷൻസ് വീതം നമ്മൾ ഇടുന്നുണ്ട്. അപ്പം ജിൽഹാരിയ ബൈ ഹരിത മറക്കരുത്, ഒന്ന് പോയി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.